ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 31. ശ്രീകാളിദേവിയിലബീകത്വമാർന്നു ബദശ്രീകാശിനാഥനുളവായി ശ്രീകാർത്തികേയ വടിവേകാത്മജൻ പളനി ഭൂകാത്തിടുന്ന ഭഗവാൻ ഏകാദശാനുഗമിതൈകാസുബാഹുലത നികാൺമദീയ മനമേ ബീഖാത്തിടാതെ സ്മൃതി ചെയ്താർത്തി തീർപ്പതിന് അനേകായുധങ്ങളവകൾ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 31 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ശ്രീ പാർവതി ദേവിയിൽ അനുരക്തനായി തീർന്നതിന്റെ ഫലമായി ശ്രീ കാശിനാഥനായ ശിവന് ശ്രീ കാർത്തികേയന്റെ രൂപത്തിലുള്ള ഏകപുത്രൻ പളനി പ്രദേശത്തെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനായിട്ട് ജന്മമെടുക്കാനിടയായി. എന്തൊരാശ്ചര്യം! എന്റെ മനസ്സിൽ ആ ഭഗവാന്റെ ലക്ഷണമൊത്ത 12 ബാഹുലതകൾ നീ കണ്ടുകൊള്ളുക. അവ 12 ഉള്ളൂ എങ്കിലും ഭയത്തിനടിപ്പെട്ടു പോകുന്ന ദുഃഖമില്ലാതാക്കി തീർക്കുന്നതിനു വേണ്ടി അവയെ ധ്യാനിക്കുമ്പോൾ ആ കൈകളുടെ എണ്ണം 10,000 കണക്കിനാണെന്ന് തോന്നും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.